യുഎസിന്റെ മധ്യസ്ഥ ശ്രമം പരാജയമാകുന്നു. വെടിനിർത്തൽ കരാർ പുതുക്കിയിട്ടും ലെബനനിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. മേഖലയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3526 10,733 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. വെടിനിർത്തൽ കരാർ വെറും പ്രഹസനമെന്ന് ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം പ്രതികരിച്ചു. ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാതെ സമാധാന കരാറിനില്ലെന്ന് ഇസ്രായേൽ. കരാർ ഉണ്ടായാൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അജയ് സുധാ ബിജു ചേർന്ന് വിശദാംശങ്ങളുമായി. അജയ്, കരാർ വെറും ഒരു കടലാസ് മാത്രമായി മാറുകയാണോ? ഇത് വീണ്ടും വെല്ലുവിളികൾ ശക്തമാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ഇസ്രായേൽ ഇപ്പോഴും തെക്കൻ ലെബനനിൽ ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മേഖലകൾ തങ്ങളുടെ സ്വാധീന വലയത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ നിലവിൽ ശ്രമം നടത്തുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ മിസൈൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ യുഎസിൽ വെച്ച് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ അവരുടെ വെടിനിർത്തൽ കരാർ അത് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വെടിനിർത്തൽ പുതുക്കിയതൊന്നും തന്നെ ഹിസ്ബുള്ള പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഹിസ്ബുള്ള മേധാവിയായിട്ടുള്ള നയീം ഖാൻ ഈ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ വെടിനിർത്തൽ കരാർ വെറുമൊരു പ്രഹസനം മാത്രമാണ്. ലെബനൻ ജനതയുടെ ഒരു ഭാഗം അവരിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള റോഡ് മാപ്പാണ് ഈ വെടിനിർത്തൽ കരാർ എന്നാണ് ഹിസ്ബുള്ള തലവനായിട്ടുള്ള നയീം ഖാൻ പറഞ്ഞു വെക്കുന്നത്. മേഖലയിലുള്ള സംഘർഷം കടുത്തതോടെ മരണസംഖ്യയും വല്ലാതെ ഉയർന്നിട്ടുണ്ട്. മാർച്ച് 2 മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്ത് നോക്കിയാൽ മൊത്തം 3526 പേർ ലെബനനിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ള വിവരം. അതുമാത്രമല്ല 10,733 പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട്. മേഖലയിലുള്ള ഒരു ആശുപത്രിയൊക്കെ പൂർണ്ണമായിട്ടും തകർന്ന് നാമാവശേഷമായിട്ടുണ്ട്. അതുപോലെ നിരവധി രോഗികൾ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മേഖലയിൽ യൂണിഫിലിന്റെ ഒരു പീസ് കീപ്പിംഗ് മിഷൻ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസമൊക്കെ നിരവധി പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അവിടെ കൊല്ലപ്പെട്ടതായിട്ടൊക്കെ വിവരമുണ്ട്. എന്തായാലും ഈ യൂണിഫിൽ പ്രവർത്തകൻ, ഒരു പീസ് കീപ്പർ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ UN അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മേഖലയിൽ സംഘർഷത്തിന് യാതൊരുവിധ കുറവുമില്ല. ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിലാണ് ഹിസ്ബുള്ള അവരുടെ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചിട്ടുള്ളത്. ഒരു ഇസ്രായേലി സൈനികൻ ലെബനന്റെ ടാങ്ക് ആക്രമണത്തിൽ തെക്കൻ ലെബനനിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടതായിട്ട് വിവരമുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട അധികാരികളെല്ലാം തന്നെ പറയുന്നത് ഈ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ വടക്കൻ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തും, അവിടെ തങ്ങൾ ആക്രമണം കൂടുതൽ കടുപ്പിക്കും എന്നാണ് ഹിസ്ബുള്ള ഇപ്പോൾ അവകാശപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ ഇസ്രായേലുമായി ലെബനന്റെ ഔദ്യോഗിക സർക്കാർ ഒപ്പിട്ട സമാധാന കരാറിന്റെ പല വ്യവസ്ഥകളും നടപ്പിലാകുമോ എന്നുള്ള സംശയം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന്റെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ലെബനന്റെയും ഇസ്രായേലിന്റെയും ഇടയിൽ ചില പൈലറ്റ് സുരക്ഷാ മേഖലകൾ പ്രഖ്യാപിക്കുക, ഇവിടെ ലെബനന്റെ ഔദ്യോഗിക സൈന്യത്തെ വിന്യസിക്കുക, ഹിസ്ബുള്ളയെ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കുക, അതുപോലെ തന്നെ ലിദാനി നദി, ഈ ലിദാനി നദിക്ക് തെക്കൻ മേഖലകളിൽ ഹിസ്ബുള്ള പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതെല്ലാം തന്നെ ഹിസ്ബുള്ള ഇപ്പോൾ നിലവിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വെടിനിർത്തലിനെ തള്ളിക്കൊണ്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് മേഖലയിൽ ഇപ്പോഴും നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഹിസ്ബുള്ളയുമായിട്ടും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സമാധാനത്തിൽ പുരോഗതിയുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഓൺ ഗ്രൗണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പുരോഗതിയും അതിൽ കാണാനില്ല. ഇപ്പോഴും സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. എന്തായാലും ഈ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇറാനും മുഖം തിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഇറാൻ നിലവിൽ വ്യക്തമാക്കുന്നത് ഈ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാതെ യാതൊരുവിധ സമാധാന കരാറിനും തയ്യാറല്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ പറയുന്നത് തങ്ങളും അതുപോലെ US-ഉമായിട്ടുള്ള സമാധാന കരാറിൽ ലെബനൻ വിഷയം തങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ലെബനൻ വിഷയത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം കാണണം. ഇത് പരിഹാരം ഉണ്ടായാൽ മാത്രമേ മേഖലയിലെ സമാധാനം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാനാകൂ എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. പക്ഷേ ട്രംപ് പഴയതുപോലെ തന്റെ അവകാശവാദങ്ങൾ ഇപ്പോഴും തുടരുന്നതാണ് നമുക്ക് കാണാനാകുന്നത്. ട്രംപ് ഇപ്പോഴും വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഇറാനുമായിട്ടുള്ള
സമാധാന ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ട്. എല്ലാ ദിവസവും അവരുമായിട്ട് സമ്പർക്കം പുലർത്താറുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ഈ ഒരു സമാധാന കരാർ ഉടൻ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകരൊരു മറുത്തൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് തന്നെ താങ്കളുമായി കൂടിക്കാഴ്ച നടത്താൻ മുജ്തബ തയ്യാറാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ ട്രംപിന്റെ രസകരമായിട്ടുള്ളൊരു മറുപടി, മുജ്തബ ഖമനി എന്ന് പറഞ്ഞാൽ പക്കാ പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം സമാധാന കരാർ തന്നെയാണ്. അതുപോലെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, ട്രംപ് ഇപ്പോൾ ചില വ്യക്തികളെ അദ്ദേഹം കുറ്റം പറഞ്ഞ ഉടൻ തന്നെ അവരെ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു ശീലം ട്രംപ് നേരത്തെ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. മുജ്തബയുടെ കാര്യത്തിലും അദ്ദേഹം ഇത് തന്നെ ആവർത്തിക്കുന്നു. അതായത് ട്രംപ് പറയുന്നത് മുജ്തബ ഖമനയെ പറ്റി ഒരുപാട് പേർ തന്നോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പറ്റിയും കുറ്റം പറയുന്ന ആളുകളുണ്ട്, അതുപോലെ മാത്രമേ താൻ അതും വിചാരിച്ചിട്ടുള്ളൂ എന്നാണ് ട്രംപ് ഒരു മിതമായ ഭാഷയിലാണ് ഇപ്പോൾ ഇറാനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം. ഇത് തീർച്ചയായിട്ടും ഒരു വെടിനിർത്തൽ കരാർ എത്രയും വേഗം ഉണ്ടാകും എന്നതിൻ്റെ ഒരു സൂചനകളാണ് ഇതിലൂടെ കാണുന്നതൊക്കെ. പക്ഷേ ഈ ലെബനൻ വിഷയം ഇപ്പോഴും ഒരു പ്രശ്നമായി തന്നെ മേഖലയിൽ തുടരുകയാണ്. ഇന്നലെ US കോൺഗ്രസിൽ നടന്ന വോട്ടെടുപ്പിൽ ട്രംപിൻ്റെ യുദ്ധ അധികാരങ്ങളെ പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ബില്ല് പാസ്സായതിനെ പറ്റിയിട്ടും ട്രംപ് ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറയുന്നത് ചില രാജ്യസ്നേഹികളല്ലാത്ത ചിലർ തൻ്റെ യുദ്ധാധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇറാനുമായിട്ടുള്ള യുദ്ധം നമ്മൾ ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഒരു സമാധാന ശ്രമത്തിനുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അതാണ് സമഗ്രമായ വിശദാംശങ്ങളാണ് അജയ് നൽകിയത്.